നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും മറ്റു രാജ്യങ്ങളിൽ ബാൻഡ് ആണെന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെയുള്ള 10 സാധനങ്ങളെ പറ്റി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നമ്മളിൽ പലരും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ചൂയിങ് ഗം. എന്നാൽ ഇതിന് സിംഗപ്പൂരിൽ ബാൻ ഉണ്ട്. 1992 സിംഗപ്പൂർ ഗവൺമെന്റ് ചൂയിങ് ഗത്തിന് ബാൻ കൊണ്ടുവന്നത്. ആളുകൾ ചൂയിങ് ഗം ഉപയോഗിച്ചതിനു ശേഷം പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്നത് കൊണ്ടാണ് ഗവൺമെന്റ് ഇതിന് ബാൻ കൊണ്ടുവന്നത്. ലൈഫ് ബോയ് സോപ്പ് ഉപയോഗിക്കാത്തവരായി വളരെ കുറച്ച് ആളുകളെ കാണുകയുള്ളൂ. എന്നാൽ ലൈഫ് ബോയ് എന്ന ഈ സോപ്പിന് USA-യിൽ ബാൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 2003 USA-യിൽ ലൈഫ് ബോയ് സോപ്പിന് ബാൻ വന്നത്. ഇത് ഹ്യൂമൻ സ്കിന്നിന് സേഫ് അല്ല എന്നതുകൊണ്ടാണ് ഇതിന് US-ൽ ബാൻ വന്നത്. ജെല്ലി ഇഷ്ടപ്പെടാത്തവരായി നമ്മളിൽ ആരും തന്നെ കാണില്ല. ചെറുപ്പത്തിൽ ഇത് കിട്ടാനായി വാശി പിടിച്ച് കരഞ്ഞവരായിരിക്കും നമ്മളിൽ പലരും. എന്നാൽ യൂറോപ്പിൽ ജെല്ലി ബാൻ ചെയ്തിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങാനും അതുവഴി മരണം വരെ സംഭവിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യൂറോപ്പിൽ ഇതിന് ബാൻ വന്നിരിക്കുന്നത്. കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിരുന്ന ഒരു കാർട്ടൂൺ ആയിരുന്നു ആലിസ് ഇൻ വണ്ടർലാൻഡ്. എന്നാൽ നമ്മൾ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഈ കഥയ്ക്ക് ചൈനയിലെ ഹ്യൂനാൻ പ്രൊവിൻസിലാണ് വിലക്കുള്ളത്. ഇതിന്റെ റീസൺ ആണ് ഇതിൽ രസമുള്ളത്. ഇതിലുള്ള മൃഗങ്ങൾ മനുഷ്യരെ പോലെ തന്നെ സംസാരിക്കുന്നത് കൊണ്ട് ഇത് മനുഷ്യർക്ക് തന്നെ ഒരു ഇൻസൾട്ട് ആണ് എന്ന് പറഞ്ഞാണ് ഇതിനെ 1931 ചൈനീസ് ഗവൺമെന്റ് ബാൻ ചെയ്തത്. ടൊമാറ്റോ കെച്ചപ്പ് നിരോധിച്ച ഒരു രാജ്യമാണ് ഫ്രാൻസ്. അവിടെയുള്ള ടീനേജേഴ്സ് അധികമായി കെച്ചപ്പ് ഉപയോഗിക്കുന്നത് അവിടുത്തെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് അമേരിക്കൻ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഫ്രാൻസിലെ കോളേജുകളിൽ നിന്ന് കെച്ചപ്പ് നിരോധിച്ചത്. അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു തലവേദനയോ പനിയോ ഒക്കെ വന്നാൽ വിക്സ് ഉപയോഗിക്കുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. എന്നാൽ ജപ്പാനിൽ വെച്ച് പനിയോ തലവേദനയോ വന്നാൽ നമ്മൾക്ക് വിക്സ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം വിക്സ് ജപ്പാനിൽ ബാൻഡ് ആണ്. വിക്സിനുള്ളിലുള്ള കോഡിൻ എന്ന ഡ്രഗ് കാരണമാണ് ഇതിനെ ബാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജപ്പാനിൽ പോവുകയാണെങ്കിൽ ഒരിക്കലും വിക്സ് കൊണ്ടുപോകരുത്. അങ്ങനെ കൊണ്ടുപോയാൽ നിങ്ങൾ വലിയ പിഴ അടയ്ക്കേണ്ടി വരും. ഇന്ത്യക്കാർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് സമൂസ. നല്ല ചൂട് സമൂസ ഇഷ്ടമില്ലാത്തവരായി നമ്മളിൽ ആരും തന്നെ കാണില്ല. എന്നാൽ ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയിലാണ് സമൂസ ബാൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഷേപ്പ് തന്നെയാണ് ഇതിന് കാരണം. സമൂസയ്ക്ക് ട്രയാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ടാണ് അതിനെ അവർ ബാൻ ചെയ്തിരിക്കുന്നത്. ട്രയാങ്കിൾ ഷേപ്പിന് ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധമുള്ളത് കൊണ്ടാണ് സൊമാലിയയിൽ സമൂസ ബാൻ ചെയ്തത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കടകളിൽ വരെ വളരെ സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ് കൊക്കക്കോള. എന്നാൽ കൊക്കക്കോള നിരോധിച്ച 2 രാജ്യങ്ങളാണ് ക്യൂബയും നോർത്ത് കൊറിയയും. കൊക്കക്കോള ഒരു അമേരിക്കൻ കമ്പനി ആയതുകൊണ്ടാണ് ഈ 2 രാജ്യങ്ങളിലും കൊക്കക്കോളയ്ക്ക് ബാനുള്ളത്. ലോകത്ത് ഏകദേശം 100ഓളം രാജ്യങ്ങളിൽ ലഭിക്കുന്ന ഒരു സാധനമാണ് റെഡ് ബുൾ. എനർജി ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് റെഡ് ബുൾ തന്നെ ആയിരിക്കും. എന്നാൽ ഇതിലുള്ള ഹൈ കഫീൻ കണ്ടന്റ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകും എന്ന് പറഞ്ഞ് ഇതിനെ ഫ്രാൻസിൽ ബാൻ ചെയ്തിട്ടുണ്ട്. അവസാനമായി നമ്മുടെ വീഡിയോയിൽ വരുന്നത് കിൻഡർ ജോയ് ആണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് കിൻഡർ ജോയ്. കുട്ടിക്കാലത്ത് ഇത് കിട്ടാനായി വാശി പിടിച്ച് കരഞ്ഞിട്ടുള്ളവരായിരിക്കും നമ്മളിൽ പലരും. എന്നാൽ അമേരിക്കയിൽ ഒരുപാട് കാലം ഇതിന് ബാൻ ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടെയുള്ള ചെറിയ കളിപ്പാട്ടം മിഠായി ആണ് എന്ന് വിചാരിച്ച് കുട്ടികൾ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് അമേരിക്കൻ ഗവൺമെന്റ് ഇതിന് ബാൻ കൊണ്ടുവന്നത്. ഇത്തരത്തിൽ രാജ്യങ്ങളിൽ ഓരോ ഭക്ഷണ സാധനങ്ങൾ ബാൻ ചെയ്തതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.